എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മഹേഷിൻ്റെ ആ പ്രകടനമൊക്കെ കണ്ട് ആകെ പേടിച്ചിരിക്കുന്ന ചിപ്പിമോളെ ആശ്വസിപ്പിക്കുകയാണ് ഇഷിത. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ചിപ്പിമോളെ അല്ല ഡാഡി വഴക്ക് പറഞ്ഞത്, ഡാഡിയുടെ ഓഫീസിൽ ഡാഡി പറഞ്ഞൊരു കാര്യം ശരിക്ക് ചെയ്യാത്ത ഒരാളുണ്ടായിരുന്നു, അയാളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അന്നേരം ആ ചിപ്പിമോൾ വന്നത്, അതുകൊണ്ടാണ് ചിപ്പിമോളെ വഴക്ക് പറഞ്ഞായിട്ട് തോന്നിയത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത്തിരി ആശ്വാസമാകും കൊച്ചിന്. എന്നിട്ട് ഇപ്പം സങ്കടമൊക്കെ മാറിയോ എന്ന് ചോദിക്കും. അന്നേരം സങ്കടമൊക്കെ മാറി എന്ന് പറയും. അന്നേരം ചിപ്പിമോള് പറയുന്നുണ്ട്, എന്നോട് ചക്കി പറഞ്ഞു എനിക്ക് ഇഷിത ഡോക്ടറെ തന്നത് ദൈവമാണെന്ന്, അന്നേരം എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയും. അന്നേരം ഇഷിത പറയും, അങ്ങനെയല്ല, അമ്മയ്ക്ക് മോളെയാണ് ദൈവം തന്നത് എന്ന് പറയും കേട്ടോ. എന്നിട്ട് ചോദിക്കും, മോൾക്ക് ഇപ്പോൾ സങ്കടമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ സങ്കടം മാറി, എന്നാൽ ഇനി ഉറങ്ങണ്ടേ, രാവിലെ സ്കൂളിൽ പോകണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഉറങ്ങണം, എനിക്കിങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, പേടിയാവില്ലല്ലോ, പേടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അന്നേരം അമ്മ കൂടെ കിടക്കാം, അമ്മ ഇനി മോളുടെ കൂടെ ഇനി എന്നും കിടക്കുന്നേ എന്ന് പറയും. എന്നിട്ട് ചിപ്പിമോളെ കട്ടിലേക്ക് കയറ്റി കിടത്തി ഉറക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പെട്ടെന്ന് ഉറങ്ങുക, അങ്ങനെ പെട്ടെന്ന് ഉറങ്ങുവാണ്, ഏഞ്ചിൽ വന്ന് രാത്രിയിൽ ഗിഫ്റ്റൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞ് മോളെ ആശ്വസിപ്പിച്ച് കിടത്തി ഉറക്കും. അതിനുശേഷം എഴുന്നേറ്റ് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് ചിപ്പിമോളുടെ കൂടെ തന്നെ കിടന്നാണ് ഉറങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന നമ്മുടെ മഹേഷിനെയാണ്. മഹേഷിന് ഓരോ കാര്യങ്ങളിങ്ങനെ ഓർക്കുമ്പം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചിപ്പിമോൾ ഉറങ്ങുന്നിടത്ത് പയ്യെ വന്ന് കൂടിയിരിക്കും, എന്നിട്ട് പയ്യെ തലയിലൊക്കെ ഒന്ന് തലോടി ഇങ്ങനെ അടുത്തിരിക്കുവാണ്. ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് മഹേഷിനെ, കണ്ണൊക്കെ ഇടയ്ക്ക് നിറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ടിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ, ഒരു ദിവസം പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അങ്ങനെ സ്കൂളിൽ വിട്ടില്ലേ മോള് പറഞ്ഞപ്പം, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്. അതുപോലെ തന്നെ പാർട്ടിയിൽ വെച്ച് ആകാശ് പറഞ്ഞല്ലോ എൻ്റെ മകളാണ്, എൻ്റെ രക്തമാണ് ചിപ്പിന്ന്, അതും ഇങ്ങനെ മനസ്സിലോട്ട് വരുന്നുണ്ട്. ആകെ സങ്കടമായിട്ട് കണ്ണ് നിറയുവാണ് മഹേഷിൻ്റെ. അന്നേരമാണ് അങ്ങോട്ട് ഇഷിത വരുന്നത്. അന്നേരം ഇഷിത ചോദിക്കുന്നുണ്ട്, അവിടെ എന്താ പരിപാടി, വളർത്താനാണോ അതോ കൊല്ലാനാണോ തലോടുന്നത്, ഏതായാലും മോളുടെ അടുത്ത് ഇനി മര്യാദയ്ക്ക് സംസാരിച്ചോണം, കുടിച്ചിട്ട് മോളുടെ അടുത്തേക്ക് വന്നേക്കരുത്, ഇനി മേലാൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റേസ് ആവുകയാണ് ഇഷിത. അന്നേരം ഇഷിത ഇങ്ങനെ ശ്രദ്ധിക്കുമ്പം മഹേഷിൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് മഹേഷ് പയ്യെ കണ്ണ് തുടയ്ക്കുന്നൊക്കെ കാണുന്നുണ്ട്. അന്നേരം ഇങ്ങനെ അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കിക്കോ ഇഷിത. അന്നേരം മോളുടെ അടുത്തുനിന്ന് എഴുന്നേക്കുന്ന മഹേഷിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുക. മഹേഷ് ഒന്നും മിണ്ടാതെ വിഷമിച്ച് അങ്ങോട്ട് പോകുന്നു. അന്നേരം ഇതെന്താ പോലും ഇങ്ങനെ എന്നിങ്ങനെ ഓർത്തിങ്ങനെ നോക്കി നിൽക്കുവാണ് ഇഷിത. ഏതായാലും അതിനുശേഷം ഇഷിത മോളുടെ അടുത്തോട്ട് ചെല്ലുന്നു, മോളെ വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് സ്കൂളിൽ പോകണ്ടല്ലേ, ഈ പാലൊക്കെ കുടിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ പാലിങ് തന്നേരം ഞാൻ ഇപ്പോൾ കുടിക്കാമെന്ന് പറയും. അന്നേരം ഇഷിത പറയും, ബാഡ് ഗേൾ അല്ലല്ലോ, അതുകൊണ്ട് പല്ല് തേച്ച് കുളിച്ചതിന് ശേഷം പാല് കുടിച്ചാൽ മതി എന്ന് പറയും. അന്നേരം മോൾക്ക് മടിയാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാനിപ്പോൾ പാല് കുടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റിയല്ല എന്ന് പറഞ്ഞാൽ ഇഷിത എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കാനും പല്ല് തേപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. ഈ സമയം റൂമിലേക്ക് വരുന്ന മഹേഷിനെ സഹിക്കാൻ പറ്റുന്നില്ല. ആകാശ് പറഞ്ഞ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ, ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ മകൾ, അവളെ എനിക്ക് നഷ്ടപ്പെടരുത്, എൻ്റെ മകളല്ല അവളെന്ന് ആരും പറയരുത്, അവളെൻ്റെ ഉയിരാണ് എന്നിങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് ഇത് തന്നെ ഇഷിതയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ആ നമ്പറിലേക്ക്, അജ്ഞാതമായ ആ നമ്പറിലേക്ക് മെസ്സേജും ചെയ്യുന്നുണ്ട്. ഏതായാലും എന്നിട്ടിങ്ങനെ വിഷമിച്ചിരിക്കുവാണ് മഹേഷ്. ഈ സമയം ചിപ്പിമോളെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് പാല് കൊടുക്കുവാണ് ഇഷിത. അന്നേരമാണ് കറക്റ്റ് ഈ മെസ്സേജ് ആ ഫോണിലേക്ക് ചെല്ലുന്നത്. അന്നേരം ഇഷിത ആ ഫോണിൽ ആ മെസ്സേജ് വായിക്കുമ്പം ഇഷിതയ്ക്കും ആകെ വിഷമാവുന്നുണ്ട്, മഹേഷ് എന്താ ഇങ്ങനെ ഓർത്തേക്കുന്നത് എന്നോർത്ത് ഇഷിതയ്ക്കും വിഷമാവുന്നുണ്ട്. ഏതായാലും അതിനുശേഷം ചിപ്പിമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് കൊണ്ടുവരുവാണ് ഇഷിത. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം ചിപ്പിമോൾ കുറച്ച് കഴിച്ച് കഴിഞ്ഞ് വേണ്ടാന്ന് പറയും. അന്നേരം ഇത് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഓരോ വാ കഴിക്കണമെന്ന് പറഞ്ഞാൽ അച്ചച്ചൻ്റെ പേരിൽ, അച്ചമ്മയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേരിൽ എന്ന് പറഞ്ഞാൽ ഓരോ വായോട് കഴിപ്പിക്കുവാണ് ചിപ്പിയെ. അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മഞ്ജിമയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം മഞ്ജിമ പയ്യെ സ്വപ്നവല്ലിയോട് പറയുന്നുണ്ട്, കണ്ടോ ഇനി അമ്മയെ മൈൻഡ് ചെയ്യല്ല ചിപ്പിമോള്, നോക്കിക്കോ എന്ന് പറഞ്ഞ് പിന്നെയും സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് രാമൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും. അന്തേക്കും അങ്ങോട്ട് മഹേഷ് വരുവാണ്. മഹേഷ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും രാമൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മഹേഷ് നീ കാണിക്കുന്നത്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം ആയുള്ളൂ, എന്നിട്ടൊരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യേനെ അവിടെ ഉപേക്ഷിച്ചാണോ വരേണ്ടത്, രണ്ടുപേരും ഒരുമിച്ചല്ലേ വരേണ്ടത്, അതുകൊണ്ട് നീ ഇഷിതയോട് ക്ഷമ പറയാന്ന് പറയും. അപ്പോൾ അത് മഹേഷിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അവളെ ഞാൻ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാനും എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, ഒരു ടാക്സി എടുത്താണെങ്കിലും വരാം, ഇതിനു മുമ്പും പലപ്പോഴും രാത്രി സഞ്ചരിച്ചിട്ടുള്ളതാണ് ഡോക്ടർ, അതുകൊണ്ട് അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ക്ഷമ പറയില്ല എന്ന് പറയും. എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകാട്ടോ. അന്നേരം അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വലുതാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ് മഹേഷ്. അന്നേരം രാമൻ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നതേക്കും സ്വപ്നവല്ലി, അതിനെന്തിനാ അവനെ വഴക്ക് പറയുന്നത്, ഇതിപ്പം രാത്രിയിൽ ഇഷിത ടാക്സി വിളിച്ച് വന്നില്ലേ, പിന്നെ എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നത്, അച്ഛനോളം വളർന്നു മകൻ എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറഞ്ഞ് രാമനെ തടയുവാണ് സ്വപ്നവല്ലി.
ഇത് ഇഷിതയ്ക്കും ഇത്തിരി വിഷമാക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ചിപ്പിമോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു. അന്നേരം രാമൻ പറയും, മോള് വാ മോളെ, അച്ചാച്ചൻ വണ്ടി കയറ്റി വിടാം എന്ന് പറയുമ്പം വേണ്ട അമ്മ മതി എന്ന് പറയും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ, അമ്മ റെഡി ആയില്ല, മോള് അച്ചാച്ചൻ്റെ കൂടെ പോകും എന്ന് പറഞ്ഞ് രാമൻ്റെ കൂടെ തന്നെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് ഇഷിത റൂമിലേക്ക് പോകും. അന്നേരം മഞ്ജിമ പിന്നെയും പറഞ്ഞു കൊടുക്കുവാണ്, കണ്ടോ വന്ന് കയറി 2 ദിവസം ആയപ്പോഴേ രണ്ടുപേരും തമ്മിൽ വഴക്കായി, അമ്മ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ നോക്കിക്കോ അവളെ ഇവിടെ ഇട്ട് ഞാൻ നക്ഷത്രം എണിക്കുമെന്ന് പറയും. അങ്ങനെ മഞ്ജിമ, ഈ പറച്ചിൽ മാത്രമേ ഉള്ളല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പം, നിനക്ക് കാണിച്ചു തരാം, സ്വപ്നവല്ലി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ സ്ക്രൂ ചെയ്ത് കൊടുത്ത് സന്തോഷത്തിൽ നിൽക്കുവാണ് മഞ്ജിമ. പിന്നെ കാണിക്കുന്നത് ആകാശിനെയും രചനയാണ്. ആകാശ് പറയുന്നുണ്ട്, ഏതായാലും രാവിലെ 2 കൂടി ഇരുന്ന് മദ്യം കഴിക്കുക കേട്ടോ. അന്നേരം ആകാശ് പറയുന്നുണ്ട്, ഇത് കാണുമ്പം എനിക്ക് ഇന്നലത്തെ പാർട്ടിയാണ് ഓർമ്മ വരുന്നത്, അവൻ ഏതായാലും തകർന്നു പോയി, എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എന്ന് പറയും. അന്നേരം രചന പറയുന്നുണ്ട്, ആകാശ് പറഞ്ഞപ്പം അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ചില്ലായിരുന്നു മഹേഷ്, ഞാനോട് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴാണ് അവൻ ശരിക്കും തകർന്നു പോയത് എന്ന് പറയും. എന്നിട്ട് ആകാശ് പറയുന്നുണ്ട്, 2 ആഴ്ചക്കകം ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും, അവൻ്റെ മനസ്സിൽ കിടന്ന് ഇതങ്ങ് വിങ്ങും, അവൻ ആരോട് പറയാനും പറ്റില്ലല്ലോ, അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, ചിപ്പിമോളെ അവൻ വെറുക്കും, ചിപ്പിമോളെ അവൻ വെറുക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷിത അവനിൽ നിന്നും അകന്നു പോകും, അങ്ങനെ ഒരു ഡിവോഴ്സും സംഭവിക്കും, ലാസ്റ്റ് സഹി കേട്ട് അവൻ ചിപ്പിമോളെ രചനയ്ക്ക് കൊണ്ടുതരും എന്ന് പറയും. അതൊക്കെ രചന അങ്ങനെ സംഭവിക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ആകാശിനോട്. അന്നേരം ആകാശ് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കേണ്ടതാണ്, അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ 2 ആഴ്ചയ്ക്കകം ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ല എങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇഷിതയെ അറിയിക്കണം. നീ പറഞ്ഞാൽ ഇഷിത വിശ്വസിക്കില്ല, കാരണം നിന്നിലുള്ള വിശ്വാസം ഇഷിതയ്ക്ക് പോയി, അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച് കണ്ടും രചനയെ ഈ കാര്യങ്ങൾ അറിയിക്കണം. അവൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിക്കും, അതുകൊണ്ട് നോക്കിയും കണ്ടും പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം രചന ഇത്തിരി വിഷമത്തോടെ പറയുവാണ് ആകാശിനോട്, അപ്പോഴും നമ്മുടെ ഒരു കാര്യം പെൻഡിങ് അല്ലേ ആകാശ്, എൻ്റെ കഴുത്തിൽ ഒരു താലി വേണ്ടേ എന്ന് വയ്ക്കും. ആകാശ് പറയുന്നുണ്ട്, ഇതുവരെയുള്ള നിൻ്റെ ആഗ്രഹമാണ് ഞാൻ സാധിച്ചു തരാത്തത്, എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്, ഇതും അതുപോലെ സാധിച്ചു തരും. ഏതായാലും എല്ലാ കഥയിലും ആൾക്കാർ മോഹിക്കുന്നത് നായകൻ്റെയും നായികയുടെയും വിവാഹമാണല്ലോ, ആ വിവാഹം നടക്കുമ്പം എൻ്റെ കൂടെ എൻ്റെ മകളായിട്ട് ചിപ്പിമോളും കാണണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, എന്നിട്ട് നമ്മുടെ വിവാഹം നടത്താം എന്ന് പറയുമ്പോഴേക്കും അതങ്ങ് വിശ്വസിക്കുവാണ് രചന. അതിനുശേഷം ആകാശ് പറയുന്നുണ്ട്, എനിക്ക് രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് വിനോദുമായിട്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരതി അങ്ങ് തീർക്കണം, അങ്ങനെ ഡോക്ടർ ഇഷിതയുടെ കരിയറും അങ്ങ് അവസാനിപ്പിക്കണം. ഇത് മഹേഷിനുള്ള 2ാമത്തെ തിരിച്ചടിയാണ്, ഇനി അവൻ്റെ ജാതകത്തിൽ അവൻ എന്നതൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നത് നമുക്ക് കണ്ടറിയാം എന്നിങ്ങനെ പറയുവാണ് ആകാശ് ഭയങ്കര ഹാപ്പിയാണ്. ഏതായാലും മഹേഷ് ആകെപ്പാടെ തളർന്നു പോയിട്ടുണ്ട്, ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് മൊത്തം പൂർത്തിയാക്കാതെ ഇങ്ങനെ തളർന്നിരിക്കുക. അന്നേരം ഇഷിത ഇത് കാണുന്നുണ്ട്, ആൾ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ എന്നൊക്കെ ഓർത്ത് ഇഷിത റൂമിലേക്ക് ഒരു കപ്പ് ചായയായിട്ട് വരും. അത് കൊടുക്കുമ്പം കയ്യിൽ മേടിക്കുമ്പോഴാണ് ഇഷിത ശ്രദ്ധിക്കുന്നത് കൈയൊന്നും മടക്കിയിട്ടില്ല പ്രോപ്പറായിട്ട്. അന്നേരം അത് പറയും. അപ്പോൾ ആ ചായ അവിടെ വെച്ചിട്ട് അത് മടക്കുവാണ് കേട്ടോ. അന്നേരം ഇഷിത ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്നോട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം മഹേഷ് പറയും, എനിക്കങ്ങനെ ആരോടും ഒന്നും ഷെയർ ചെയ്യാനില്ല, എന്നെ നിയന്ത്രിക്കുന്നത് പോലും ഞാനല്ല, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല, എന്നെ ഒരു ക്രൂരനാക്കി എൻ്റെ മനസ്സിലും എൻ്റെ തലയിലും പലതും ഫീഡ് ചെയ്ത് വെച്ചേക്കുവാണ്, എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മഹേഷ് ഇങ്ങനെ പറയുക. അന്നേരം ഇഷിത ഓർക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇങ്ങനെ മഹേഷ് മാറിപ്പോയതെന്ന്. അന്നേരം മഹേഷിനെ അതിനിടയ്ക്ക് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇഷിത ഓരോ കാര്യം പറഞ്ഞ്. അന്നേരം മഹേഷ് ഒന്നും പ്രതികരിക്കുന്നില്ല. അന്നേരം ഇഷിത ഓർക്കുന്നുണ്ട്, ഇതെന്താ ഇയാൾ ഇങ്ങനെ ചേഞ്ച് ആയി പോയെന്ന്. അന്നേരമാണ് ഇഷിതയുടെ ഫോണിലേക്ക് വന്ന ആ മെസ്സേജിനെ കുറിച്ച് ഇഷിത ഓർക്കുന്നത്, എൻ്റെ മകളല്ല എന്ന്, ചിപ്പി എൻ്റെ മകളല്ല എന്ന് ആരും പറയരുത്, അവളെൻ്റെ ഉയിരാണ് എന്നൊക്കെ അയച്ചായിരുന്നല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അന്നേരം ഇഷിത മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, മഹേഷിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ ചിപ്പ്, എനിക്ക് ഈ ലോകത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മകളല്ല ചിപ്പി എന്ന് പറയരുത്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇഷിത. എന്നിട്ട് പറയുന്നുണ്ട്, മഹേഷിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ അരുതാത്ത ചിന്തകൾ കടന്നു കൂടിയിട്ടുണ്ട്, അതെന്നോട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട്. അന്നേരം മഹേഷ് പറയും, എനിക്കൊരു ഡിവോഴ്സ് വേണം എന്ന് തോന്നുന്നുണ്ടെന്ന്. അന്നേരം ഇഷിത പറയുന്നുണ്ട്, അങ്ങനെയൊരു അവസ്ഥ ഇപ്പോൾ ഇല്ല, ഞാൻ ചിപ്പിമോളുടെ അമ്മ മാത്രമാണ്, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പം മഹേഷ് പറയുന്നുണ്ട്, ആ സ്ഥാനം ചിപ്പി എൻ്റെ മകളാണ് എന്നതിലൂടെയാണ് ഇഷിതയ്ക്ക് കിട്ടിയത്, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയും. അന്നേരം ഇഷിത ചോദിക്കുക, എന്താ മഹേഷിൻ്റെ മനസ്സിൽ വേറെ എന്തോ ഒരു ചിന്ത ഇഞ്ചക്റ്റ് ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ്.
ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആകാശിൻ്റെ ഫോൺ കോൾ വരും. ഫോൺ എടുക്കുന്നതേ ആകാശ് പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും നിൻ്റെ മനസ്സിലെന്ന് എനിക്കറിയാം. നീ അത് ശരിയാണോ എന്ന് ഓർത്ത് നിൻ്റെ പൊട്ടബുദ്ധി പ്രയോഗിക്കുകയൊന്നും വേണ്ട. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ കേസ് കൊടുത്തു, അതിനുള്ള തെളിവ് ഞാൻ കോടതിയിൽ തന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക മഹേഷ് ഒന്നും മിണ്ടാതെ. അന്നേരം നീ എന്നാടാ ഒന്നും മിണ്ടാതെ, നിൻ്റെ ഹീറോയിസൊക്കെ അങ്ങ് തകർന്നു പോയോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ചോദിക്കുവാണ്, എൻ്റെ മകൾ ചിപ്പിമോൾക്ക് സുഖമല്ലേ, അവൾ എൻ്റെ ബ്ലഡാണ്. ചിപ്പിമോള് എനിക്ക് രജനിയിലുണ്ടായ എൻ്റെ മകളാണ്, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും സഹിയായിട്ട് ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോവാം കേട്ടോ മഹേഷ്. അന്നേരം ഈ ഫോൺ കോൾ വരുന്നതും മഹേഷിൻ്റെ മുഖം മാറുന്നതും ഒക്കെ ഇഷിത ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഒന്നുകൂടെ വിളിക്കും മഹേഷിനെ പുറകെ നിന്ന്. എന്നിട്ട് ചോദിക്കും, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ മഹേഷിനെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോവാണ് മഹേഷ്. അന്നേരം ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്ന ഇഷിതയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.